BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. മാധ്യമ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിൽ ബഹ്റൈൻ മുൻനിരയിലാണെന്ന് ക്യാബിനറ്റ് യോഗം വിലയിരുത്തി. അന്താരാഷ്ട്ര പത്ര സ്വാതന്ത്ര്യ ദിനം ആചരിക്കുന്ന വേളയിലാണ് രാജ്യത്തെ മാധ്യമ മേഖലയുടെ സ്വാതന്ത്ര്യവും സുതാര്യതയും വിലയിരുത്തിയത്. ബഹ്റൈന്റെ വളർച്ചയ്ക്കും വികസനത്തിനും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന മുഴുവൻ മാധ്യമ പ്രവർത്തകർക്കും ക്യാബിനറ്റ് ആശംസകൾ നേർന്നു. മെയ് ദിനം ആചരിക്കുന്ന വേളയിൽ ബഹ്റൈന്റെ നിർമ്മാണത്തിലും പുരോഗതിയിലും വലിയ പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിലാളികൾക്കും മെയ് ദിന ആശംസകൾ നേർന്നു. രാജാവ് ഹമദ് ബിൻ ഈസൽ ഖലീഫയുടെ UAE സന്ദർശനം വിലയിരുത്തുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഇഴയടപ്പം വർദ്ധിക്കാൻ ഇടയാക്കുമെന്ന് വിലയിരുത്തുകയും ചെയ്തു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ഹമദ് രാജാവ് ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. അറബ് പാർലമെന്റ് യൂണിയന്റെ വികസന നേതൃ അവാർഡ് കരസ്ഥമാക്കിയ ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫയെ ക്യാബിനറ്റ് പ്രത്യേകം പ്രശംസിച്ചു. അദ്ദേഹത്തിന്റെ സേവനങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കുമുള്ള അംഗീകാരമാണിത്. രാജ്യത്തിന്റെ വികസന പ്രക്രിയയിൽ അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ടെന്നും വിലയിരുത്തി. എക്സിബിഷൻ, സമ്മേളനം എന്നീ മേഖലകളിൽ കൂടുതൽ നവീകരണം വരുത്തുന്നതുമായി ബന്ധപ്പെട്ട നടപടികളുടെ കരടിനും ക്യാബിനറ്റ് അംഗീകാരം നൽകി. റിയാദിൽ നടക്കുന്ന അന്താരാഷ്ട്ര സാമ്പത്തിക ഉച്ചകോടിക്കിടെ ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനിയും ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി സാമിക് ഷുക്രിയും കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന ബന്ധവും വിവിധ മേഖലകളിലെ സഹകരണവും മെച്ചപ്പെട്ട നിലയിലാണെന്ന് വിലയിരുത്തി. ഗസയ്ക്ക് മേലുള്ള ആക്രമണവും അവിടുത്തെ അവസ്ഥകളും ചർച്ച ചെയ്യുകയും അടിയന്തര വെടിനിർത്തൽ അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഗസയിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് സഹായം എത്തിക്കാനും മേഖലയിൽ സമാധാനം സ്ഥാപിക്കാനും കഴിയേണ്ടതുണ്ടെന്നും ആവശ്യപ്പെട്ടു. മെയ് 16 ബഹ്റൈനിൽ നടക്കുന്ന അറബ് ഉച്ചകോടി വിജയത്തിലെത്തട്ടെ എന്നും സാമിക് ഷുക്രി ആശംസിച്ചു. കനത്ത മഴയിൽ നാശനഷ്ടമുണ്ടായ അലിയിലെ വീടുകളിൽ പരിശോധന നടത്തിയ അധികൃതർ നാശനഷ്ടങ്ങൾ വിലയിരുത്തി. നാശനഷ്ടം വിലയിരുത്തിയ നോർത്തേൺ ഗവർണർ അലി അൽ അസ്ഫൂർ നഷ്ടപരിഹാരം നൽകാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി വീട്ടുടമകൾക്ക് ഉറപ്പ് നൽകി. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ നിർദ്ദേശമനുസരിച്ചായിരുന്നു സന്ദർശനം. മഴയിൽ നാശനഷ്ടമുണ്ടായവർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് കിരീടാവകാശി പ്രഖ്യാപിച്ചിരുന്നു. നാശനഷ്ടങ്ങൾ വിലയിരുത്താനും ജനങ്ങളുമായി ആശയവിനിമയം നടത്തി അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പരിഹരിക്കാനും ബന്ധപ്പെട്ട അധികാരികൾക്ക് നിർദ്ദേശം നൽകിയതായി ആഭ്യന്തരമന്ത്രി ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ അറിയിച്ചു. അറേബ്യൻ പെനിൻസുല മേഖലയിൽ പുതിയ ന്യൂനമർദ്ദം മൂലം ശക്തമായ കാറ്റും മഴയും പ്രതീക്ഷിക്കുന്നതിനാൽ ജനം ജാഗ്രത പുലർത്തണമെന്ന് ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം. ബുധനും വ്യാഴവും മിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ശനിയാഴ്ച പുലർച്ചെ വരെ അസ്ഥിര കാലാവസ്ഥ തുടരും. സ്ഥിതിഗതികൾ നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്നും ആവശ്യമായ അറിയിപ്പുകൾ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ ലഭ്യമാകുമെന്നും അധികൃതർ പറയുന്നു. ഓൺലൈനായി വരുന്ന അഭ്യൂഹങ്ങളെ വിശ്വസിക്കാതെ വിശ്വസനീയ ഉറവിടങ്ങളിൽ നിന്ന് കാലാവസ്ഥാ വാർത്തകൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഔദ്യോഗിക വാർത്തകൾക്കും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആളുകൾക്ക് ഒന്നുകിൽ ബഹ്റൈൻ വെതർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. bahrainweather.gov.ph എന്ന ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയും വിവരങ്ങൾ ലഭിക്കും. 17235235 എന്ന നമ്പറിലോ 17236236 എന്ന നമ്പറിൽ വിളിച്ചും കൂടുതൽ വിവരങ്ങൾ അറിയാം. മഴവെള്ളം കെട്ടിക്കിടന്നുള്ള നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള തയ്യാറെടുപ്പ് നടത്തിയതായി 4 ഗവർണറേറ്റുകളിലും അറിയിച്ചു. ഹിദ്, ഗുദൈബിയ, ഹൂറ, ഹമദ് ടൗൺ, മൽക്കിയ, സിത്ര, സനദ്, ലൗസി, സിഞ്ച്, ഇസ ടൗൺ, ബൂരി എന്നീ പ്രദേശങ്ങളിലാണ് കഴിഞ്ഞ മഴയിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത്. മഴവെള്ളം ഒഴുക്കിക്കളയുന്നതിനും ഗതാഗത നിയന്ത്രണ സേവനങ്ങൾ, സുരക്ഷ എന്നിവ ഉറപ്പാക്കുന്നതിനും ആവശ്യമായ കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ടാങ്കറുകൾ, വാട്ടർ പമ്പുകൾ തുടങ്ങിയവയുടെ ലഭ്യത ഉറപ്പാക്കാൻ എമർജൻസി റെയിൻ ടീമുകളെ സജ്ജമാക്കിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. മഴയുടെ പശ്ചാത്തലത്തിൽ ഡ്രൈവർമാർ ശ്രദ്ധ പുലർത്തണമെന്ന് ട്രാഫിക് ഡയറക്ടറേറ്റ് നിർദ്ദേശിച്ചു. വെള്ളം കെട്ടിക്കിടക്കുന്ന റൂട്ടുകൾ ഒഴിവാക്കി സമാന്തര പാത കണ്ടെത്താൻ ശ്രമിക്കണം. മറ്റ് ഡ്രൈവർമാരുടെ കാഴ്ച തടസ്സപ്പെടാതിരിക്കാൻ ലോ ബീം ഹെഡ്ലൈറ്റുകൾ ഉപയോഗിക്കുക. മറ്റ് വാഹനങ്ങളുമായി സുരക്ഷിത അകലം പാലിക്കുക. സ്പീഡ് ലിമിറ്റ് പാലിക്കുക. ലൈൻ ട്രാഫിക് കർശനമായി പാലിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഷേരി, സാഫി, അൻഡക് എന്നീ മത്സ്യങ്ങൾ പിടിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തി. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഈ മത്സ്യങ്ങൾ പിടിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിലും ഈ വർഷത്തെ നിരോധനം മെയ് മുതലാക്കി മാറ്റുകയായിരുന്നു. സമുദ്രസമ്പത്ത് സംരക്ഷിക്കുന്നതിനും ഭക്ഷ്യസുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുമാണ് ബഹ്റൈനിൽ മാത്രം കാണുന്ന ഈ മത്സ്യങ്ങൾ പിടിക്കുന്നതിന് അവയുടെ പ്രജനനകാലത്ത് വിലക്ക് ഏർപ്പെടുത്തുന്നത്. ചെമ്മീനുകളുടെയും ഞണ്ടുകളുടെയും കയറ്റുമതിയും ഇക്കാലയളവിൽ നിരോധിച്ചിരുന്നു. സുപ്രീം കൗൺസിൽ ഫോർ എൻവയോൺമെന്റ് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുള്ള ബിൻ ഹമദ് അൽ ഖലീഫയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്.
ഞണ്ടുകളും ജെല്ലി ഫിഷുകളും ഒഴികെ എല്ലാ കടൽ വിഭവങ്ങൾക്കും കയറ്റുമതി നിരോധനമുണ്ട്. ശീതീകരിച്ചതോ ഉപ്പിട്ടതോ ടിന്നിലടച്ചതോ ആയാലും കയറ്റുമതി നിരോധനം ബാധകമാണ്. എന്നാൽ മത്സ്യകൃഷി ഫാമുകളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് നിരോധനം ബാധകമല്ലെന്നും ഉത്തരവിൽ പറയുന്നു. നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾ ഈ മീനുകൾ വലയിൽ കുടുങ്ങിയാൽ അവയെ കടലിലേക്ക് തന്നെ വിടണം. ആന്റി ഓക്സിഡന്റുകളാലും അവശ്യ അമിനോ ആസിഡുകളാലും സമ്പന്നമാണ് സാഫി. പാകം ചെയ്യുമ്പോൾ മാംസം ഉറച്ചു നിൽക്കും. ഏത് കറികൾക്കും അനുയോജ്യമായതിനാൽ സാഫിക്ക് ഡിമാൻഡും ഏറെയാണ്. അമിതമായ മത്സ്യബന്ധനം, ട്രോളിംഗ്, ഡ്രഡ്ജിംഗ്, ഡ്രില്ലിംഗ്, നിലനികത്തൽ പ്രവർത്തനങ്ങൾ മൂലം മത്സ്യസമ്പത്തിന് കുറവ് വരുന്നതായ പരാതികളെ തുടർന്നാണ് നിരോധനം ഏർപ്പെടുത്തിയത്. എന്നാൽ മത്സ്യബന്ധന നിരോധനം തങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി മത്സ്യത്തൊഴിലാളി സമൂഹം നിവേദനം നൽകി. 1200 ഫിഷിംഗ് ലൈസൻസുകളാണ് കാർഷിക മന്ത്രാലയം നിലവിൽ നൽകിയിട്ടുള്ളത്. പ്രവാസി വെൽഫെയർ നടത്തിവരാറുള്ള മെയ് ഫെസ്റ്റ് മെയ് ദിനത്തിൽ സിഞ്ചിലുള്ള പ്രവാസി സെന്ററിൽ നടക്കും. ബുധനാഴ്ച രാവിലെ മുതൽ തുടങ്ങുന്ന മെയ് ഫെസ്റ്റിനോടനുബന്ധിച്ച് വിപുലമായ സാമൂഹിക സേവന, കലാകായിക, സാംസ്കാരിക പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 7 മുതൽ രാത്രി വരെ നീളുന്ന മെയ് ഫെസ്റ്റിവലിൽ മെഡ്കെയറിന്റെ സഹായത്തോടെ മീറ്റ് യുവർ ഡോക്ടർ, സൗജന്യ മെഡിക്കൽ കൺസൾട്ടേഷൻ ക്യാമ്പ്, മെഡിക്കൽ അവയർനെസ് ക്ലാസുകൾ, ബാഡ്മിന്റൺ ടൂർണമെന്റ്, സാംസ്കാരിക പരിപാടികൾ, കുട്ടികൾക്കായി ഹെന്ന ഡിസൈനിംഗ്, ഫേസ് പെയിന്റിംഗ് തുടങ്ങിയവയും ഒരുക്കുന്നുണ്ട്. റാന്നി MLA അഡ്വക്കേറ്റ് പ്രമോദ് നാരായണന് റാന്നി നിവാസികളുടെ കൂട്ടായ്മയായ റോസ് ബഹ്റിന്റെ ആഭിമുഖ്യത്തിൽ മെയ് 2 വൈകിട്ട് 7:30 സഹിയ KCA ഹാളിൽ സ്വീകരണം നൽകും. തുടർന്ന് കുടുംബ സംഗമവും നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് റോബി എബ്രഹാം 33793371 എന്ന നമ്പറിലോ ബർലറ്റ് മാത്യുവിനെ 34008762 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. ബഹ്റൈൻ കേരളീയ സമാജം ദേവജി കലോത്സവം ഗ്രാൻഡ് ഫിനാലെ ഇന്ന് നടക്കും. വൈകുന്നേരം 6 നടക്കുന്ന ചടങ്ങിൽ മുഖ്യാതിഥിയായി കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീറും വിശിഷ്ടാതിഥികളായി കേരള നിയമസഭാ സാമാജികൻ പ്രമോദ് നാരായണനും ദേവജി ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ജയദീപ് ഭരദ്വാജി എന്നിവർ പങ്കെടുക്കുമെന്ന് സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ എന്നിവർ അറിയിച്ചു. കലോത്സവ വിജയികൾക്കുള്ള സമ്മാന വിതരണവും ചടങ്ങിൽ നടക്കും. സമ്മാനാർഹമായ വിവിധ കലാരൂപങ്ങളുടെയും നൃത്തങ്ങളുടെയും ആവിഷ്കാരവും നടക്കുന്നതായിരിക്കും. മുഹറക് MMS ഓഫീസിൽ നടന്ന മുഹറക് മലയാളി സമാജം യോഗം പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുപ്പ് വരണാധികാരി ലത്തീഫ് കോളിക്കലിന്റെ നേതൃത്വത്തിലാണ് യോഗം നടന്നത്. പ്രസിഡന്റായി അനസ് റഹീമിനെയും സെക്രട്ടറിയായി ആനന്ദ് വേണുഗോപാൽ നായരെയും ട്രഷററായി ശിവശങ്കർ കൊച്ചിയെയും തെരഞ്ഞെടുത്തു. മറ്റ് ഭാരവാഹികൾ വൈസ് പ്രസിഡന്റുമാർ അബ്ദുൽ മൻഷീർ, ദിവ്യ പ്രമോജ്, ജോയിന്റ് സെക്രട്ടറിമാർ ബാഹിർ അനസ്, സുനിൽ കുമാർ, അസിസ്റ്റന്റ് ട്രഷറർ തങ്കച്ചൻ ചാക്കോ, എന്റർടൈൻമെന്റ് കൺവീനർ ഫിറോസ് വെളിയൻകോട്, മെമ്പർഷിപ്പ് സെക്രട്ടറി മുഹമ്മദ് ഷാഫി, സ്പോർട്സ് വിംഗ് കൺവീനർ അബ്ദുൾ റഹ്മാൻ പാട്ല, ചാരിറ്റി വിംഗ് കൺവീനർ പ്രമോദ് വടകര, മീഡിയ സെൽ കൺവീനർ പ്രമോദ് കുമാർ, ഉപദേശക സമിതി ചെയർമാനായി K ലത്തീഫിനെയും തെരഞ്ഞെടുത്തു. സംഘടനാ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പാലിച്ചായിരുന്നു. SNC ലാവ്ലിൻ കേസിൽ സുപ്രീം കോടതിയിൽ ഇന്ന് അന്തിമവാദം തുടരും. ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് KV വിശ്വനാഥൻ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. പന്നിയാർ, ചെങ്കുളം, പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണത്തിന് കാനഡയിലെ SNC ലാവ്ലിൻ കമ്പനിയുമായി കരാറുണ്ടാക്കിയതിൽ ക്രമക്കേടുണ്ടായെന്നും ഇതുവഴി 86 കോടിയുടെ നഷ്ടം സംഭവിച്ചെന്നുമാണ് കേസ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഊർജ്ജ വകുപ്പ് സെക്രട്ടറി K മോഹനചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി A ഫ്രാൻസിസ് എന്നിവരെ കുറ്റവിമുക്തരാക്കിയ 2017 ഹൈക്കോടതി വിധിക്കെതിരായ CBIയുടെ ഹർജിയാണ് പരിഗണിക്കുന്നത്. വിചാരണ നേരിടണമെന്ന് കോടതി വിധിച്ച വൈദ്യുതി ബോർഡ് മുൻ സാമ്പത്തിക ഉപദേഷ്ടാവ് KG രാജശേഖരൻ നായർ, ബോർഡ് മുൻ ചെയർമാൻ R ശിവദാസൻ, മുൻ ചീഫ് എഞ്ചിനീയർ കസ്തൂരി രംഗയ്യർ എന്നിവരുടെ ഇളവ് തേടിയുള്ള ഹർജിയും ഇതോടൊപ്പം പരിഗണിക്കുന്നുണ്ട്. രാമക്ഷേത്ര ദർശനം നടത്താൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് അയോധ്യയിൽ ജനുവരി 22 പ്രാണപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രത്തിൽ രാഷ്ട്രപതി സന്ദർശനം നടത്തുന്നത് ഇതാദ്യമാണ്. ആരതി, പൂജ, കർമ്മങ്ങൾ എന്നിവ നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രാണപ്രതിഷ്ഠ ചടങ്ങ് പ്രതിപക്ഷ പാർട്ടികൾ ബഹിഷ്കരിക്കുകയായിരുന്നു. വടകരയിൽ യുവാവിനെ ഓട്ടോയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കടൂർ സ്വദേശിയായ ഷാനിഫ് നിസിയാണ് മരിച്ചത്. വടകര JT റോഡിൽ നിർത്തിയിട്ട ഓട്ടോയിലാണ് യുവാവിനെ ബോധരഹിതനായി കണ്ടത്. നാട്ടുകാരാണ് ആദ്യം കണ്ടത്. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. അമിത മയക്കുമരുന്ന് ഉപയോഗമാണ് മരണകാരണമെന്നും കരുതുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് സിറിഞ്ച് അടക്കമുള്ള വസ്തുക്കൾ കണ്ടെടുത്തതായും പോലീസ് പറഞ്ഞു. വടകര കല്ലേരിയിലാണ് ഷാനിഫ് വിവാഹം കഴിച്ചത്. ഇടിമിന്നലിനെ തുടർന്ന് വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമിലെ CCTV ക്യാമറകൾ നശിച്ചു. ആലപ്പുഴയിൽ ചൊവ്വാഴ്ച രാത്രി 7 മണിയോടെയാണ് സംഭവം. വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ച സെന്റ് ജോസഫ് സ്കൂളിലെ സ്ട്രോങ് റൂമിലെ ക്യാമറകളാണ് ഇടിമിന്നലിൽ നശിച്ചത്. വിവരം ജില്ലാ കളക്ടർ സ്ഥാനാർത്ഥികളെ വിളിച്ചറിയിക്കുകയായിരുന്നു. വോട്ടിംഗ് യന്ത്രങ്ങളുടെ സുരക്ഷ സംബന്ധിച്ച M ലിജു, റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. മിന്നലേറ്റ് CCTV ക്യാമറകൾ നശിച്ച വിഷയവും പരാതിയിൽ ചൂണ്ടിക്കാണിച്ചു.
സംസ്ഥാനത്തെ അപ്രഖ്യാപിത വൈദ്യുതി മുടക്കത്തിൽ വ്യാപക പ്രതിഷേധം. കൊടുംചൂടിൽ വെന്തുരുകുന്ന ജനം വൈദ്യുതി മുടങ്ങുന്നതോടെ KSEB ഓഫീസുകളിലെത്തി പ്രതിഷേധിക്കുകയാണ്. വിവിധ ജില്ലകളിൽ കഴിഞ്ഞ ദിവസം രാത്രി പ്രതിഷേധമുണ്ടായി. പലയിടത്തും അരമണിക്കൂർ വരെ വൈദ്യുതി മുടങ്ങുന്നുണ്ട്. പ്രഖ്യാപിത വൈദ്യുതി മുടക്കമല്ല, സാങ്കേതിക പ്രശ്നമാണെന്നാണ് KSEB നൽകുന്ന വിശദീകരണം. വിഷയത്തിൽ KSEB വാർത്താക്കുറിപ്പും പുറത്തിറക്കി. KSEB ജീവനക്കാരെ ശത്രുവായി കാണരുതെന്നും പ്രശ്നം സാങ്കേതികമാണെന്നും ഇതിൽ വിശദീകരിക്കുന്നു. നേരത്തേതിൽ നിന്ന് വ്യത്യസ്തമായി രാത്രി 10:30 ശേഷമാണ് ഇപ്പോൾ പീക്ക് ഡിമാൻഡ് ഉണ്ടാകുന്നത്. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.